തരമണി കഞ്ഞി ഇപ്പൊ കൂടി റേറ്റ് കൂടി 541 രൂപ. സാറിറങ്ങി പോയിട്ടാ പുള്ളിനെ ഇവിടെ ഇറക്കിട്ടാ ചക്കാമാടത്ത് ഇറക്കിട്ടാ ഓടാനുള്ള പ്ലാനാന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായി. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഇവന്മാര് ഒരു വഴിയിലേക്ക് കയറിട്ട് രണ്ടുപേരും കൂടി ഒറ്റ ഓട്ടോ ഓടിക്കളഞ്ഞി. ഓടിക്കളഞ്ഞ ഇവന്മാരാ കണ്ടാ എടുത്ത് ഓടിക്കളഞ്ഞത്. ഞാനിന്ന് 9:17 ഇറങ്ങണത്. പാർക്കിംഗ് എത്തി. മാതാവേ കാത്തോളണേ പുണ്യാളാ നോക്കിക്കോണേ. അപ്പൊ തുടങ്ങാട്ടെ കഴിച്ച് നമ്മുടെ ഇന്നത്തെ പരിപാടി. ബാങ്ക് വരെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മട്ടാഞ്ചേരി ചെന്നിട്ട് അവിടെ നിന്ന് ഓണാക്കാട്ടോ. അപ്പൊ മച്ചാന്മാരെ, കൊച്ചി റൈഡറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ മച്ചാന്മാർക്കും നന്ദിയുണ്ട് കേട്ടോ. ഗൈസ്, ഞാനിപ്പോ നിക്കുന്നത് ഫോർട്ട് കൊച്ചിയുടെയും മട്ടാഞ്ചേരിയുടെയും നടുക്കായിട്ടൊരു സ്ഥലത്താണ്. കൂവപ്പാടം എന്ന് പറയും. ആ സ്ഥലത്താണ് ഞാനിപ്പോ നിക്കുന്നത്. ഇപ്പൊ സമയം 9:40 അപ്പൊ നമ്മ ഇന്നത്തെ പരിപാടി തുടങ്ങണത് 9:40 കേട്ടോ. ഓക്കെ, നമ്മള് ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. ഊബറിൽ എത്ര രൂപയെങ്കിലും കൊടുക്കാനുണ്ടാകാൻ നോക്കാം. ഒന്നും കൊടുക്കാനില്ലടാ അമ്മ. സോ ഊബർ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓലെ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. യാത്രയും ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഊബറിനെ നമുക്ക് ഫ്രണ്ടിലിടാം. ഊബർ മുതലാളി. സോ നമ്മുടെ പരിപാടി ഇന്ന് തുടങ്ങണേണ്ട ഗൈസ്. ഊബറിൽ മറ്റേ ഇതിലടി വന്നിട്ടാ, യാത്രയിൽ അടി വന്നിട്ടുണ്ട്. ഓക്കെ, പനമ്പള്ളി നഗറിലേക്കാണ്, നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടിലേക്കാണ് അടി വന്നത്. 150 രൂപയാണ് പറഞ്ഞേക്കണത് കേട്ടോ. 7 കിലോമീറ്റർ റൈഡ്. പിക്കപ്പ് പറഞ്ഞേക്കണത് ചുള്ളിക്കലാണ് പറഞ്ഞേക്കണത്. സോ നമുക്ക് പോയി പിക്ക് ചെയ്യാം കേട്ടോ. ഓണാക്കിയപ്പോൾ തന്നെ വേണ്ട 9:42 2 മിനിറ്റ് കൊണ്ട് എല്ലാം ഓണാക്കി. അതിൽ ഫസ്റ്റ് തന്നെ യാത്ര അടി വന്നിട്ടാ ഗൈസ്. അപ്പോൾ നമുക്ക് ഊബർ മച്ചാനൊന്ന് ഓഫാക്കി ഇട്ടേക്കാം. അല്ലെങ്കിൽ പോണ വഴിക്ക് അടി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി പറയും. സോ ഓഫ്ലൈനിൽ തന്നെ പോട്ടെ ഗൈസ്. ഞാനത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടാ. 151 രൂപയായി. 10:25 ആയിട്ടാ. അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. തോപ്പുംപടി പാലം, എല്ലാ പാലത്തും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. നമുക്ക് CNG അടിക്കണോട്ടെ ഗൈസ്. CNG തീർന്നിരിക്കണതാണ്. സോ ഇനി നമുക്ക് CNG അടിക്കാൻ നമ്മുടെ കടവന്ത്രയില പമ്പിൽ പോയിട്ട് CNG അടിക്കാം. സോ നമുക്ക് ഇനി ഊബറും കൂടി ഓൺ ആക്കിയിട്ടേക്കാം. നമ്മൾ ഊബർ ഓഫ് ആക്കിയിട്ടേച്ചത് കാരണം പ്രയോറിറ്റി കുറയണോണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ആപ്പിൽ എടുക്കാൻ നേരത്ത് ഊബർ ഓഫ് ആക്കി ഇടാനായിരിക്കും നല്ലതെന്നാണ് എല്ലാവരും പറഞ്ഞത്. സോ അതേപോലെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഊബറിൽ അടി വന്നിട്ട് ട്രിപ്പ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി കുറയും. സോ എന്തായാലും നല്ലൊരു അടിപ്പം കസ്റ്റമർ ആയിരുന്നു കേട്ടോ. ന്യൂ ജനറേഷൻ ഗേൾ ആയിരുന്നു. ഒരു ഫാഷൻ ഡിസൈനറാണ് കയറിയത്. നല്ല വിവരമുള്ള ഒരു അടിപൊളി ഗേൾ ആയിരുന്നു കേട്ടോ. എത്ര നാളായി എൻ്റെ അടുത്ത് ഊബർ ഓടിക്കണമെന്നൊക്കെ ചോദിച്ചായിരുന്നു. കുറച്ച് നേരം സംസാരിച്ചിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഗേൾ ആയിരുന്നു കേട്ടോ. പുള്ളിക്കാരത്തിന് അവിടെ ഡ്രോപ്പ് അടിച്ചിട്ടുണ്ട്, സ്ഥലം കാണിക്കാനുള്ള. സോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളുടെ നടപ്പ്. നമുക്ക് ഇനി ഗ്യാസ് അടിക്കാം. അപ്പോൾ നമ്മൾ 151 രൂപ സമ്പാദിച്ചു. നമ്മൾ 9:42 പുറപ്പെട്ടിട്ട് 10:26 വരെ വണ്ടി ഓണായിരുന്നു. സിറ്റിയിൽ നമ്മൾ ഇപ്പോൾ ബ്ലോക്കൊക്കെ ചെയ്തുകൊണ്ട് നല്ല ബ്ലോക്കുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ഇറങ്ങണത്. ആ സമയത്തൊക്കെ ഓടിയോണ്ട് നമുക്ക് ഒട്ടും മൈലേജ് ഇപ്പോൾ കിട്ടണില്ല കേട്ടോ. വാഗനർ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ വണ്ടിക്ക് മാത്രമാണെന്ന് അറിയില്ല. ഞാൻ കറക്റ്റായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കണ വണ്ടിയിൽ. ഇപ്പം 160 ഇട്ടേക്കണത്. ബാലൻസ് ഒരു ഘട്ട ബാക്കിയുണ്ട്. അത് 190 എത്തിക്കാൻ പറ്റില്ല നമുക്ക്. മാക്സിമം എനിക്ക് തോന്നണത് ഒരു 10-15 കിലോമീറ്റർ ഓടുള്ളൂ എന്നാണ് തോന്നണം കേട്ടോ. സോ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 175 വന്നുള്ളൂ. അതായത് ഫുൾ CNG 8 കിലോ CNG അടിച്ചിട്ടുണ്ടെങ്കിൽ 175 കിട്ടണുള്ളൂ കേട്ടോ. നമ്മുടെ എറണാകുളത്ത് കിടന്ന് ഈ ബ്ലോക്കിൽ കിടന്ന് ഓടണത്. സോ ഇതൊക്കെയാണ് അവസ്ഥ കേട്ടോ. ഇപ്പോഴേ നമ്മൾ CNG പമ്പിലാണ് നിൽക്കണത് കടവന്ത്രയിൽ. ഗൈസ്, നമ്മൾ CNG അടിച്ചിട്ടുണ്ട് കേട്ടോ. 685 രൂപ അടിച്ചപ്പോഴാണ് ഇപ്പം ഈ പ്രാവശ്യം ഫുള്ളായത്. സോ കഴിഞ്ഞ അടിയിൽ നമുക്ക് 160 വരെ ഓടാൻ പറ്റിയുള്ളൂ കേട്ടോ. ട്രിപ്പ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം എയറും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയേക്കാണ്. 36 ഗൈസ്. നമ്മുടെ പനമ്പള്ളി നഗറിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ടുണ്ട്. ക്രോസ് റോഡ് 3യിൽ നമ്മൾ എപ്പോഴും വണ്ടി ഇടാറുള്ള സ്ഥലത്ത് കണ്ടാ അതൊരു ജംഗ്ഷനാണ്. അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് ഇപ്പുറത്തോട്ടും വഴിയുണ്ട്. നടുക്കായിട്ട് കൊണ്ടുവന്ന് ഞാൻ വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഇവിടെ കൊണ്ടുവന്ന് ഇടാറ്. സോ പിന്നെ അടിയൊന്നും വന്നിട്ടില്ല. ഇപ്പം സമയം 11 മണിയായി. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. എപ്പോഴും പറയണ പോലെ എൻ്റെ ലൈഫിൽ എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ലായിരുന്നു. എങ്ങോട്ടാണെങ്കിലും കൊച്ചി റൈഡ് റെഡി ആയിട്ട് കിടക്കണേണ്. എന്തായാലും നമുക്ക് പറഞ്ഞെടുത്ത് ചാനടാ ഫ്രണ്ട്സ്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിരിക്കണേണ്ടാ. അരമണിക്കൂറല്ല 35 മിനിറ്റ് കഴിഞ്ഞിരിക്കണേണ് നമ്മൾ ഇവിടെ വന്നിട്ട്. ഒരടി പോലും പിന്നെ വന്നിട്ടില്ല കേട്ടോ. എവിടെയും അങ്ങോട്ട് അനക്കിയിട്ടല്ലാന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
ബാക്കിലൊരു വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടിയും ഇതേവരെ പോയിട്ടില്ലടാ. 2 വണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും കുറച്ച് നേരം കൂടി നിന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് പരിപാടി മാറ്റിയിടാട്ടോ. പാഷൻ ഫ്രൂട്ടാണ്ടോ, ഇന്നലെ നമ്മുടെ ടർബോ കലൂര് പോയപ്പോൾ ഒരു മരത്തിൽ കയറി പൊട്ടിച്ചതാണ്ടോ. 2 എണ്ണം എനിക്ക് തന്നു, പക്ഷെ അത് കഴിക്കാൻ പറ്റിയില്ല, മേത്തൊക്കെ ആവുമല്ലോ, വൈറ്റാണ്. എന്തായാലും ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കണതാണ്. നമുക്ക് നോക്കാട്ടാ ഇനി എങ്ങോട്ടേക്കാണ് ഓട്ടം വന്നത്. ഇനി ഓട്ടം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ടി വരുമല്ലോ. കറക്റ്റായ ഓട്ടം കിട്ടും, ഓട്ടം കിട്ടാതിരിക്കൊന്നുമില്ല. 151 അല്ല, ആ വണ്ടിയുടെ നമ്പർ 181. എനിക്കിന്ന് ഓടി കിട്ടിയത് 181. എന്താ ചേർച്ച. ഇന്നപ്പോൾ 151 അവസാനിക്കുമെന്നാണോ പറയണത്? സൂചനയാണെന്ന് വേണ്ട, സൂചന. വണ്ടി എൻ്റെ അടുത്ത് തന്നെ വന്ന് കിടന്നിട്ടാ 181. ഇവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ലെന്ന് എന്നിട്ട് തോന്നണത്. എത്ര നേരം വന്നിട്ട് ഇപ്പൊ 12:05 നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ വന്നിട്ട്. നമുക്ക് ഇനി എന്തായാലും മാറ്റി വേറെ വല്ല മൂലക്കും കൊണ്ടിടാം. അങ്ങനെ ഞാൻ പനമ്പള്ളി നഗറിൽ തന്നെ ഒരു സ്ഥലത്തോണ്ട് ഇടണേട്ടാ. സ്ട്രീറ്റ് എസ്കേപ്പ് ഇല്ലേ, നമ്മ എപ്പോഴും വന്ന് കിടക്കണം, അവിടെ തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടാ. അതേ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഓട്ടോ ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ. അതും ഊബർ ഓട്ടോ ഓടണ ചേട്ടനായിരിക്കും കേട്ടോ. ഫ്രണ്ടിൽ തന്നെ മൊബൈൽ ഇരിക്കുന്നുണ്ട്, മേ ബി അതായിരിക്കും കേട്ടോ. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കണേണ്, ഓട്ടം കിട്ടാതെ. ഇപ്പം 12:17 ഇന്നത്തെ ദിവസം മിക്കവാറും ഓട്ടം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്, ഈ നിപ്പ് കണ്ടിട്ട്. ദൈവമേ, ഭയങ്കര അവസ്ഥയാണല്ലോ. കൊണ്ടുവന്ന് ഇട്ട സ്ഥലത്താണെങ്കിൽ മാരക ചൂട് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇവിടെ നിന്ന് മാറ്റിയിടണമല്ലോ. നമ്മുടെ അവസ്ഥ വളരെ ദയനീയമാണ്ട. നമ്മുടെ അല്ല, മൊത്തത്തിലുള്ള അവസ്ഥ. അവിടെ ഒരു കഞ്ഞിക്കടയുണ്ട്, ഇന്നത്തെ ഊണും ബിരിയാണിയൊന്നും കഴിക്കണടാ. വയറൊക്കെ ചെറിയൊരു പണി കിട്ടി തുടങ്ങണ്ടെന്ന് എനിക്ക് തോന്നണം. ഇവിടെ കഞ്ഞിയുണ്ട്, നമുക്ക് വല്ല കഞ്ഞിയും കുടിക്കാം. ഓട്ടോ ഒക്കെ ശോകമുണ്ട് ഗൈസ്. നമ്മിപ്പോൾ 1.5 മണിക്കൂറായിട്ട് വെറുതെ കിടക്കണേ. ആ വഴി കൂടി വന്നപ്പോഴേ എല്ലാ തണലിലും പാർക്ക് ചെയ്തിട്ടേക്കണേ വണ്ടികൾ. ഓട്ടം തീരെയില്ല ഗൈസ്. ഈ സമയം ഇതായതുകൊണ്ടായിരിക്കട്ടെ ചിലപ്പോൾ, പിന്നെ എല്ലാം ലക്കാണ്. ഓട്ടത്തിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല ഗൈസ്, എല്ലാം ലക്കാണ്. അവിടെ ഒരു ഇലക്ട്രിക് ഓട്ടോ ചാർജ് ചെയ്യണ കാഴ്ച ഉണ്ടാക്കാണത്. ചാർജിങ്ങിന് വേണ്ടിയിട്ടേക്കണേണ്. എത്ര മിനിറ്റ് ഇടണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് നമ്മളാ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. നമ്മുടെ ഓട്ടോ മച്ചാൻ, നമ്മുടെ പള്ളുരുത്തിലുള്ള ഒരു ഓട്ടോ മച്ചാൻ നമ്മളെ വണ്ടി കണ്ടിട്ട് കുറച്ച് നേരം നിന്ന് സംസാരിച്ച വീഡിയോസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി. അപ്പോൾ ഞാൻ ഫോൺ എടുത്തപ്പോൾ പുള്ളി പറഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞ ദിവസം 2 പിള്ളേർ വന്നിട്ട് ഓട്ടോയിൽ കയറിയിട്ട് ഇറങ്ങി ഓടിയെന്നോ അങ്ങനെ എന്തോ സംഭവങ്ങൾ വിശദീകരിച്ചായിരുന്നിട്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഫ്രീ ആകുമ്പോൾ വിളിക്ക് ബ്രോ, നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ മച്ചാനിപ്പോൾ പനമ്പള്ളി നഗറിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പനമ്പള്ളി നഗറിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മച്ചാൻ അവിടെ മനോരമ ജംഗ്ഷനിൽ പോണ വഴി ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് മച്ചാൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് സംഭവം നടന്നതെന്ന് നമുക്ക് ചോദിക്കാട്ടോ. ഇതപ്പോൾ നമ്മുടെ മച്ചാൻ വണ്ടിയിൽ കയറിയിട്ടാ. മച്ചാൻ്റെ ഓട്ടോ അവിടെ ബാക്കിൽ കിടക്കുന്നുണ്ട്. എന്താണ് ബ്രോ സംഭവിച്ചത്? രാത്രിയാണോ? രാത്രി 2 പിള്ളേര് ചേട്ടാ ഇതുപോലെ മാളയിൽ പോകുന്നു, 60 രൂപ 1200 വരുമായിരിക്കുന്നു. അപ്പൊ പിള്ളേര് പറഞ്ഞ് ചേട്ടാ പൈസ ഇല്ല, പൈസ വീട്ടിൽ ചെന്നിട്ട് അമ്മച്ചേരിന്ന് മേടിച്ചിരാന്ന് പറഞ്ഞു. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് പിള്ളേരല്ലേ രാത്രി സ്നേഹത്തിന്റെ പുറത്ത് കയറിക്കോന്ന് പറഞ്ഞ് ഫോണിലേക്ക് വെള്ളമൊക്കെ കാണിച്ചു കൊടുത്ത് പോയി. നമ്മളവിടെ ചെന്ന് അവിടെ അവർ സ്ഥലത്തെത്തി കഴിഞ്ഞിട്ട് അമ്മാരി പറഞ്ഞ് ചേട്ടാ ഇപ്പൊ വരാൻ കേട്ടാ, ചേട്ടന്റെ നമ്പർ ഒന്ന് എഴുതി തരാൻ പറഞ്ഞു പേപ്പറിൽ. ഞാൻ പേനൊന്നും ഇല്ല, എന്റെ ഫോണില് ചേട്ടാ ഫോൺ ഓഫ് ആണെന്ന്. ഒരാളെ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടുപേരുണ്ട്? ഫോൺ ഓഫ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാ ശരി എന്നാ വിളിക്കാൻ പറഞ്ഞു. അല്ല ഫോൺ ഓഫ് ആണ്. ഞാൻ കേബിൾ നമുക്ക് ചാർജർ ഉണ്ടല്ലോ കുത്തിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ എടുത്ത് വിളിച്ച് ഇതുപോലെ പൈസയും കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ അമ്മ റോഡിലേക്ക് പൈസയും കൊണ്ട് വന്നിട്ടുണ്ട്, ചേട്ടാ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് 2 പേരും അവിടെ നിന്ന് പതുക്കെ ഒരു ചെറിയൊരു വഴിയിലേക്ക് കയറി. ഞാൻ ഓട്ടോയും കൊണ്ട് പുറകെ കയറി. ഓടാനുള്ള പ്ലാനാന്ന് എനിക്ക് തോന്നുന്നു, മനസ്സിലായി. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഇവന്മാര് ഒരു വഴിയിലേക്ക് കയറിയിട്ട് 2 പേരും കൂടി ഒറ്റ ഓട്ടോ ഓടിക്കളഞ്ഞു. എത്ര പ്രായമുള്ള പിള്ളേരാ? 18 വയസ്സ് അത്ര ഉള്ളല്ലേ? CCTV അവിടുന്ന് കുണ്ടന്നൂരിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത് കേസായി. അപ്പൊ തന്നെ മാള പോലീസ് വന്നായിരുന്നു, പോലീസ് വന്നായിരുന്നു. അതല്ല മാളയില CCTV ദൃശ്യമാണ്. അല്ലല്ല, ഇത് കുണ്ടന്നൂരിൽ നിന്ന് കേറിയത്. നമ്മുടെ ഓക്കെ പിള്ളേർ 2 പേരുണ്ടാ. ഇവന്മാരാ കണ്ടാ എടുത്ത് ഓടിക്കളഞ്ഞത്. അടിപൊളി. എല്ലാ ആവശ്യമുള്ള പിള്ളേരല്ലേ. നമ്മ കഷ്ടപ്പെട്ട് ജീവിക്കണ്. അതെ നമ്മ കഷ്ടപ്പെട്ട് ജീവിക്കണ്. അവിടം വരെ രാത്രി കൊണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ മുട്ട സീൻ പറയാനോ. ചെറിയൊരു ഫോട്ടോ പോലെ എടുത്തുണ്ട്.
അച്ഛന്മാര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവനെ കോണ്ടാക്ട് ചെയ്യട്ടാ. എന്നിട്ട് മാളയിലുള്ള അച്ഛന്മാരാണല്ലേ, കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ നടക്കണ പാവങ്ങളെയൊക്കെ വെറുതെ എന്തിനാണ് അച്ഛന്മാരെ ഇങ്ങനെ പറ്റിക്കണത്? എല്ലാ ആവശ്യം ഉണ്ടാ, നമ്മളും ചോറ് തന്നെയാണ് തിന്നണത്, എന്ത് കാര്യം ഇരിക്കാൻ അല്ലെ? അവന്മാര് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ പേ എന്ന് പറയുമ്പോ പൈസ ഇട്ട് തന്നെ എന്തിന്റെ പൈസ? ഗൂഗിൾ പേ അതായത് ആ ഷോപ്പിലില്ലേ, ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതാണല്ലേ ഗൂഗിൾ പേ ചെയ്യുന്ന. ഞാൻ ആ വീഡിയോ എടുത്തപ്പോ അവന്മാര് ഗൂഗിൾ പേ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. ഓക്കെ, അപ്പൊ പിന്നെ മരട് പോലീസ് സ്റ്റേഷനിലും കൂടി ഒന്ന് കംപ്ലൈന്റ് ചെയ്യണായിരിക്കും നല്ലതല്ലേ? ഓക്കെ, ഗൂഗിൾ പേ ഉണ്ട്. ഓക്കെ, മച്ചന്മാരെ ലോക്കാണ് സത്യത്തില്, ലോക്കാണ്. എന്തായാലും കിട്ടും. എന്തിനാണ് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ കാണിക്കണത്? അതും പാവപ്പെട്ടവരെ പറ്റിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ. ഗൈസ്, പുള്ളി പോയിട്ടാ, പുള്ളി ഭയങ്കര സീനായി പോയിട്ടാ. ആകെ ഒന്നാമതേ ശോകത്തിലാണ് ഓട്ടം. അപ്പൊ ഇതേപോലത്തെ ഒരു ഓട്ടം കിട്ടിയപ്പോ സന്തോഷിച്ച് ഓട്ടം എടുത്താടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞേട്ടാ. അതൊക്കെ കേട്ടിട്ട് എനിക്കും ഭയങ്കര സങ്കടമായി. പുള്ളി ഒരു ഓട്ടം ആഗ്രഹിച്ച് കിട്ടി, അത് മാളയിലേക്ക് കൊണ്ടാക്കി. അവിടെ ചെന്നപ്പോ അവന്മാരെടുത്ത് ഓടിക്കളഞ്ഞ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ അവസ്ഥയായിരിക്കും നമുക്ക് ഒന്നാമതേ ഓട്ടമില്ല. നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഓട്ടോക്കാർക്ക് ഓട്ടമില്ല, കാറിന് ഊബറിന് ഓട്ടം, ഒന്നിനും ഓട്ടമില്ല. വല്ലപ്പോഴും കിട്ടിയ ഒരു ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് ലക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയും കൂടി കാണിച്ചു കഴിയുമ്പോൾ എന്താവസ്ഥയായിരിക്കും. പിന്നെ പുള്ളി ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു, എടാ നീ ഇപ്പം ഞാൻ കാണിച്ചെന്ന ഫോട്ടോയും വീഡിയോസൊക്കെ ബ്ലറാക്കി കൊടുത്താൽ മതി, എനിക്ക് ആരെയും നാറ്റിക്കാനോ ഒന്നും നിൽക്കാൻ താല്പര്യമില്ലടാ. അപ്പോൾ അവർക്ക് ദയ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് തരട്ടെ, ഞാൻ എന്തായാലും പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നത്, അവർക്ക് ദയ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് തരട്ടെ എന്നും കൂടി പറഞ്ഞു. അപ്പോൾ ഗൈസ്, നിങ്ങൊന്ന് ആലോചിച്ച് നോക്കണം, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ആ വീഡിയോ എടുത്തിട്ട് മനസ്സിലായോ, ആ ചെക്കന്മാരെ എല്ലാവരും ഒന്ന് അറിയട്ടെ, ഇവന്മാരെ ഒന്ന് സൂക്ഷിക്കാന്ന് പറഞ്ഞു. കാരണം ഓട്ടോക്കാരും നമ്മളെപ്പോലെ കാറിലൊക്കെ റൈഡ് ഡ്രൈവേഴ്സൊക്കെ ഇതേപോലത്തെ അവന്മാരൊക്കെ അറിഞ്ഞ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നാളൊരു വേറൊരാൾക്കും സീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആകണുള്ളൂ. പക്ഷെ പുള്ളി പറഞ്ഞിട്ടില്ലേ, പുള്ളി കാരണം ഇനി അവരുടെ ലൈഫ് സീനാകണ്ട, എൻ്റെ പൈസ പോയത് പോട്ടെ, ഇനി അവന്മാർക്ക് ദയ ഉണ്ടെങ്കിൽ കൊണ്ടൊന്ന് തരട്ടെ എന്നുള്ള രീതിയാണ് പുള്ളി പറയണത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, മനസ്സിലായോ? ആ വീഡിയോ ഇടണ്ടെന്നാണ് പുള്ളി പറയണത്. വീഡിയോ പോലീസിന് കാണിക്കാൻ വേണ്ടിയും പോലീസ് കേസാക്കാൻ വേണ്ടിയും ആ വീഡിയോ എടുത്ത് പുള്ളി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഈ വീഡിയോ മച്ചാന്മാരെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാണ് ഇങ്ങനെ പാവങ്ങളെ പറ്റിച്ച് ചെയ്യണം? കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇടിത്തി തലയിൽ തന്നെ വന്ന് വീഴോടാ. ഇതേപോലെ എത്ര പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ദൈവത്തിന് ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ ഈ ഫീൽഡിൽ. അപ്പം എത്ര പേർക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ളവരാ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻ്റ് അടിക്കട്ടാ. കമൻറ്റിൽ വന്നിട്ട് അങ്ങനത്തെ ഉള്ളവന്മാർ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ബാക്കിയുള്ളവർ ചെയ്യാൻ പോണം. എല്ലാവരുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കോട്ടെ നിങ്ങൾ. ഗൈസ്, അപ്പോൾ നമുക്ക് കഥ പറഞ്ഞ് സീനാക്കണ്ട. പുള്ളി ഇവിടെ ഉള്ളതുകൊണ്ട് പുള്ളിനെ കാണാൻ പറ്റി. നമ്മ എന്തായാലും പനമ്പള്ളി നഗറിൽ കിടന്ന് കറങ്ങണതുകൊണ്ട് പുള്ളി വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയുടെ ഈ ഒരു കാര്യം അറിയാൻ പറ്റി, നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റി. ഇങ്ങനെ പിള്ളേരൊക്കെ ഉണ്ട്, ഇങ്ങനെയും ചിലവന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന് കയറും. എൻ്റെ വീഡിയോ കാണുന്നതും കൂടുതലും ടാക്സിക്കാരും ഓട്ടോക്കാരും ഡ്രൈവർമാരൊക്കെയാണ് എല്ലാവരും. അപ്പോൾ എല്ലാ മച്ചാന്മാരും സൂക്ഷിക്കുക, ഇതേപോലെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാത്രി ഓടണവർക്കാണ് മെയിനായിട്ട് സീൻ കിട്ടുന്നത്. സോ ഇനി നമുക്ക് പോയി കഞ്ഞി കുടിച്ചിട്ട് ബാക്കി കഥ പറയാം. ഞാൻ കഞ്ഞിക്കടയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ബിരിയാണിയൊക്കെ അല്ലേ, ഇനി കഞ്ഞിയിലേക്ക് പിടിക്കുക, അല്ലെങ്കിൽ നമ്മ കഞ്ഞിയാവും. കഞ്ഞി അങ്ങനെ കഞ്ഞിയും പപ്പടവും കടലയും മോരും അച്ചാറും ഉപ്പും കൂടി ഇട്ടങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. 40 രൂപ. എന്തായാലും അടിപൊളിയായിരുന്നു. വയറിന് സുഖമില്ലാത്ത ദിവസങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കണതാണ്. മീൻസ് എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് അടിച്ചിട്ടേ ഇടങ്ങേറ്. അതുകൊണ്ട് നല്ല ചൂട് കഞ്ഞി ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെക്കണത് ശരിയല്ല, നമുക്ക് കയ്യിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ പെട്ട് പോകും. ഇങ്ങനെ കയ്യിൽ തന്നെ വെച്ചില്ലെങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റില്ല. യാത്രയൊക്കെ വെറുതെ മിന്നായം പോലെയാണ് വന്നോട്ട് പോണത്, ഒരു രക്ഷയില്ല. ഞാനിന്നൊരു 5 മണി വരെ ഓടാനുള്ള പരിപാടിയായിരുന്നു. 9 മണി തൊട്ട് 5 മണി വരെ ആയിരുന്നു എന്താ എൻ്റെ ടൈം. 1:30 മണിയായി. ആകെപ്പാടെ 150 രൂപയാണ് ഒപ്പിച്ചേക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ സമയം വെച്ചിട്ടൊന്നും ഒരിക്കലും ഈ പണിക്ക് ഇറങ്ങരുത് കേട്ടോ. ചേട്ടന്മാരൊക്കെ സിനിമയും കണ്ടിരിക്കണേ. നമുക്ക് കുറച്ച് സിനിമ ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ട് ഇതിൽ ഇട്ടിട്ട് കാണാമല്ലോ. ഗൈസ്, ഇപ്പം സമയം 2 മണിയായിട്ടാ. എത്ര മണിക്ക് വന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? 3 മണിക്കൂറായിട്ട് നമ്മൾ ഇവിടെ പോസ്റ്റ് അടിച്ച് കിടക്കണേ.
കഞ്ഞി കുടിച്ച് അത് മാത്രം നടന്നോളൂ കേട്ടോ. 151 രൂപയാണ് നമുക്ക് കിട്ടിയേക്കണം, വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കുറച്ചങ്ങോട്ട് മാറ്റിയിട്ട് പോകാം. എനിക്കിപ്പോൾ യാത്രയിൽ ഒരു അടി വന്നിട്ടാ. അപ്പം ഇവിടെ നിന്ന് ഞാറക്കൽ പോകണം, ഞാറക്കലിൽ നിന്ന് തിരിച്ച് മട്ടാഞ്ചേരി വരെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടാ. അപ്പം എത്ര രൂപയാവുമെന്ന് ചോദിച്ചതിൻ്റെ അടുത്ത്. യാത്രയിൽ ഞാറക്കലിലേക്ക് മാത്രമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് പക്ഷേ ഇവിടെ പുള്ളി അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളീനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ പുള്ളിയുടെ ഫോൺ ഓഫായി പോയി, എന്നിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ ആ റൈഡ് ക്യാൻസലാക്കിയിട്ടാ ഞാൻ. ക്യാൻസലായി കാരണം പുള്ളിയുടെ ഫോൺ ഓഫായി പോയി. അപ്പോൾ അതേ പുള്ളി അവിടെ ചെന്നിട്ട് ചാർജ് ചെയ്തിട്ടിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കണം ഇപ്പം. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമുക്ക്. അത് ഓഫ്ലൈൻ ട്രിപ്പാണ്. അപ്പോൾ ഊബറിൽ എത്ര രൂപ കാണിക്കുന്നുണ്ട്, ആ പൈസയാണ് ഞാൻ ഇനി ഇവരുടെ അടുത്ത് മേടിക്കാൻ വേണ്ടി പോണേട്ടാ. എന്തായാലും ഞാൻ ഈ ട്രിപ്പ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാട്ടാ ഗൈസ്. എന്നിട്ട് ഇവരെ മട്ടാഞ്ചേരി കൊണ്ടാക്കിയാൽ വേണം. സോ നമ്മുടെ ഇന്നത്തെ യാത്ര ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മട്ടാഞ്ചേരി എത്തുമ്പോൾ ഇപ്പോൾ 2 മണിയായി. മട്ടാഞ്ചേരി അപ്പോൾ ഞാറക്കരയിൽ പോയിട്ട് മട്ടാഞ്ചേരി എത്തുമ്പോൾ മാക്സിമം ഒരു 5 മണിയാവുമെന്ന് എനിക്ക് തോന്നണത്. എന്തായാലും പുള്ളി എത്ര നേരം പോസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും എനിക്കെന്തായാലും ഇത്ര നേരം വെയിറ്റ് ചെയ്തതിന് ഒരു ട്രിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഞാറക്കലെത്തട്ടെ, എന്നിട്ട് കാണാട്ടാ. അപ്പോൾ യാത്രയാണെന്ന് എനിക്ക് സഹായിച്ചേക്കണേടാ എന്നെ ഇന്ന്. വേറെ ഊബറിലൊന്നും ഓട്ടം വന്നല്ല. എന്തായാലും ഊബർ ഞാനിപ്പോൾ ഓഫാക്കിയിട്ടേക്കാനാണ്. കാരണം ഇനി ഈ ഓട്ടം ഞാറക്കലിൽ പോയിട്ട് ഞാറക്കലിൽ നിന്ന് മട്ടാഞ്ചേരി പോയിട്ട് നമുക്ക് ഇനി ഓണാക്കിയാൽ മതിയല്ല. വെറുതെ ഊബറിൻ്റെ പ്രയോറിറ്റി കളയണ്ട. സോ ഗൈസ് ഞാൻ കസ്റ്റമറിനെ ഞാൻ കൊണ്ട് ഞാറക്കലാക്കിയിട്ട് ഞാറക്കലിൽ നിന്ന് കാണാട്ടാ. നമ്മുടെ മച്ചാനാണ്ടാ ബ്ലോക്കിൽ കിടന്നപ്പോ നൈസായിട്ട് എന്നെ ഇട്ടിട്ട് റോളാണ്. തരാ പണി. ഫ്രണ്ട്സ്, നമ്മൾ ഞാറക്കലെത്താൻ പോണേ ഉള്ളൂ കേട്ടോ. പുള്ളി പറഞ്ഞ ലൊക്കേഷനിലേക്ക് പുള്ളി എനിക്ക് ലൊക്കേഷൻ കാണിച്ചു തന്നു കണ്ടോ, ഞാറക്കൽ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് 4.4 കിലോമീറ്റർ 9 മിനിറ്റാണ് കാണിക്കണേട്ടാ. അപ്പോൾ ഇവിടെ ഒരു ഫ്രൂട്ട്സ് കട കണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് കട നിർത്തോ, ഫ്രൂട്ട്സ് മേടിക്കാനാണെന്ന് പറഞ്ഞു. പുള്ളീനെ കാണാനില്ലല്ലോ കർത്താവേ, പോയിക്കളഞ്ഞ. അപ്പോൾ അങ്ങനെയൊക്കെ പോവും. അപ്പോൾ മറ്റേ ഓട്ടോ മച്ചാൻ കയറിയേക്കണോണ്ടേ ഒന്നും പറയാൻ പറ്റൂല. പുള്ളി പോയാലും നമുക്ക് പുള്ളിയുടെ പണിസ്ഥലം അറിയാലോ. ഡോണ്ട് വറി, അങ്ങനത്തെ സീനൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും 4 കിലോമീറ്ററും കൂടി ഉണ്ട്. പുള്ളി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയേക്കണേട്ടാ. എന്നിട്ട് ഇനി പുള്ളീനെ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് എന്തോ ഡോക്യുമെൻ്റ് എന്തോ എടുക്കണമെന്ന് പറഞ്ഞു. ആ ഡോക്യുമെൻ്റ് എടുത്തിട്ട് മട്ടാഞ്ചേരിയിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ശരിക്കും മട്ടാഞ്ചേരിയിൽ നിന്ന് ഞാറക്കലിൽ നിന്ന് മട്ടാഞ്ചേരി വരെ മറ്റേ ഹൈക്കോട്ട് വഴി കറങ്ങി പോകാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഒരു 10-20 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഊബറിൽ അടിച്ച് നോക്കുമ്പോൾ ആ 1 കിലോമീറ്ററും ആ ചാർജും ആയിരിക്കും കാണിക്കണത്. വെറുതെ കസ്റ്റമറിന് അത്രയും പൈസ കളയണേക്കാട്ടും നല്ലത് നമുക്ക് വൈപ്പിൽ നിന്ന് ജങ്കാർ വഴി കയറി പോകണല്ലേ നല്ലത്. അപ്പോൾ ജങ്കാറിൽ എന്തോ 19 രൂപ കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അത് പുള്ളിനോട് കൊടുത്തിട്ട് എനിക്ക് പകുതി ചാർജ് തന്നാൽ മതി എന്ന് പറയാം. വലിയ ഗാന്ധിജി ആകാൻ നോക്കണല്ല, മീൻസ് അത്ര സമയം നമുക്ക് കളയണ്ടല്ലോ. നമുക്ക് മട്ടാഞ്ചേരി എന്ന് വേറെ ട്രിപ്പ് കിട്ടുമല്ലോ. അതുകൊണ്ട് പുള്ളിനോടൊന്ന് ചോദിച്ചു നോക്കാം. മീൻസ് അങ്ങനെ ഞാൻ ഞാറക്കൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുള്ളി കയറിയേക്കണേ പുള്ളി 10 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഊബറിൽ കയറിയിട്ടെ ഇവിടെ നിന്ന് മട്ടാഞ്ചേരി വരെ എത്ര രൂപയാവും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. 500 റുപ്പീസാണ്ടാ. ഊബർ ഗോലി കാണിക്കണ 501 റുപ്പീസാണ്ടാ. പിന്നെ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു യാത്രയിൽ എത്ര രൂപയാണ് കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് പനമ്പള്ളി നഗറിൽ നിന്നാണല്ലോ കയറിയത്. പനമ്പള്ളി നഗറിൽ നിന്ന് എത്ര രൂപയാണ് ഇവിടെ നിന്ന് കാണിക്കണത്, ആ റേറ്റ് തന്നെ പുള്ളിനോട് പറയാം. സോ 319 രൂപ. ഓക്കെ, അപ്പം 319ഉം 500 രൂപയാണ് കാണിക്കണത്. ഈ ഒരു ജങ്കാർ വഴി കയറി നമുക്ക് ഇപ്പുറത്ത് എത്താനുള്ളൂ, ഈ കരയിലേക്ക് എത്താനുള്ളൂ. അത്ര കിലോമീറ്ററും ലാഭിക്കാൻ പറ്റും, അത്ര ടൈമും ലാഭിക്കാൻ പറ്റും. എന്തായാലും കസ്റ്റമറോട് നമുക്ക് ചോദിച്ചു നോക്കാം ഇങ്ങനെ പോയാൽ മതിയോന്ന്. എന്തായാലും മട്ടാഞ്ചേരി വരെ 500. ഇപ്പോൾ കൂടി, റേറ്റ് കൂടി 541 രൂപ. പക്ഷെ അത് 20% പ്രൊമോഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇടാൻ എൻ്റെ കയ്യിൽ. അല്ലെങ്കിൽ എനിക്ക് തോന്നണ 616 രൂപ കാണിക്കണത്, ഓട്ടോയിൽ 615 രൂപ. സോ എനിക്ക് ഓഫർ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു റേറ്റ് കാണിക്കണത്. എന്തായാലും കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് 500 രൂപ പറയാം. കറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ 500 രൂപ പറയാം, നേരെ പോകണമെന്നുണ്ടെങ്കിൽ 300 റുപ്പീസ് പറയാം. അതല്ല നല്ലത്. എന്തായാലും മട്ടാഞ്ചേരി വരെ നമുക്കിപ്പോൾ എത്തുമ്പോൾ പുള്ളി നമുക്ക് തരേണ്ടത്
₹300 പനമ്പള്ളി നഗറിൽ നിന്ന് ഇവിടം വരെ എത്തിച്ചതും ഇവിടെ നിന്ന് അവിടം വരെ എത്തിച്ചതും ആ റേറ്റാണ്. അപ്പോൾ 2 റേറ്റ് നമുക്ക് എന്തായാലും പുള്ളിയോട് പറഞ്ഞു നോക്കാം, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഇന്നത്തെ അവസ്ഥയിൽ എന്തായാലും നമുക്ക് പേഴ്സണൽ ഓട്ടങ്ങൾ ഇതേപോലെ കിട്ടുമ്പോൾ നമുക്ക് ഊബറിൽ എത്ര രൂപയാണ് കാണിക്കണത് എന്നുള്ളത് നോക്കിയിട്ട് ആ പൈസ മേടിച്ചാൽ മതി. അതാകുമ്പോൾ കസ്റ്റമറും ഹാപ്പിയാണ്. ഊബറിൻ്റെ പൈസ തന്നാൽ മതി സാറേ എന്ന് പറഞ്ഞാൽ മതി, മനസ്സിലായോ? അതാകുമ്പോൾ കസ്റ്റമർക്കും ലാഭമാണ്, മനസ്സിലായോ? നമുക്കും കുഴപ്പമില്ല. ഊബർ നല്ല ഫെയറാണ് കാണിക്കണത്. ഇപ്പോൾ റേറ്റ് കൂടുന്നുണ്ട് കേട്ടോ, റേറ്റ് കൂടണുണ്ട്, കുറയണുണ്ട്. നേരത്തെ 900 കാണിച്ച്, ഇപ്പോൾ 502 ആയിട്ടാ. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും റേറ്റ് മാറി മറിഞ്ഞാണ് കാണിക്കണത്. നമുക്ക് എന്തായാലും പുള്ളി വരുമ്പോൾ എന്തായാലും ഇത് കാണിച്ചു കൊടുക്കാം, എന്നിട്ട് പുള്ളി തന്നെ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്ന്. ഇപ്പം ഞാറക്കൽ ഏതോ ഒരു സ്ഥലത്താണ്ടോ ഉള്ളിൽ ഒരു വഴി കൂടി കയറിയിട്ടാണ് ഇവിടെ നിൽക്കണേ കേട്ടോ. എന്തായാലും റോഡൊക്കെ ഇത്തിരി പൊളിഞ്ഞൊക്കെ കിടക്കണേണ്, സീനൊന്നുമില്ല. എന്തായാലും പോസ്റ്റ് അടിച്ചിരിക്കാം നമുക്ക്. ആലോചിച്ച് നോക്കിയാലേ, നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് 9 മണിക്ക്, എന്നിട്ട് ആകെ പനമ്പള്ളി നഗറിൽ 2 മണി വരെ കിട്ടിയേക്കണത് ഒരു ഓട്ടം. എന്നിട്ട് ശരിക്കും മടുത്തിട്ട് ഒന്ന് മാറ്റിയിട്ട് നോക്കിയപ്പോൾ അവിടെ നിന്ന് മാറ്റിയിടാൻ തോന്നിയ ടൈമില്ലേ, ആ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ക്. ആ ടൈം മാറ്റിയിട്ടത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓട്ടം കിട്ടി, മനസ്സിലായോ? അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ അവിടെ തന്നെ കിടന്ന് ഇരുന്ന് പോവുള്ളൂ. എൻ്റെ പൊന്നോ, എന്തായാലും ലക്കുണ്ട് നമുക്ക്, രക്ഷപ്പെട്ടു എന്തായാലും ഈ ഒരു ഓട്ടം കിട്ടിയതുകൊണ്ട് കേട്ടോ. ഗൈസ്, കസ്റ്റമർ വന്നിട്ട് ഇപ്പം എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ടാ. പുള്ളിയുടെ വീടല്ലെന്നാണ് തോന്നണത്, ഏതോ ഗസ്റ്റിനെ കാണാൻ വേണ്ടി വന്നേക്കണേന്ന് തോന്നുന്നു. എന്നെ വിളിച്ചതിൻ്റെ ഉള്ളിലോട്ട് ചായ കുടിക്കാൻ വേണ്ടി ഞാൻ കുടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി. എടാ എന്തായാലും ഇതേപോലെ നല്ല കസ്റ്റമറൊക്കെ കയറൂടെ നമുക്കും. അത് ലക്കാണ് ഗൈസ്. ഈ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല കസ്റ്റമർ കയറും, എപ്പോൾ ചീത്ത കസ്റ്റമർ കയറും, ഒന്നും പറയാൻ പറ്റില്ല. ഇന്നലെ കയറിയ കസ്റ്റമറെ കണ്ടില്ല, എൻ്റെ അമ്മ ചാക്കൊക്കെ പൊക്കി ഒന്ന് മേളിൽ കൊണ്ട് വെക്കൂ, ആ സാധനമൊക്കെ വെറുതെ നമ്മളിട്ടില്ലേ, വെറുതെ ഷോക്ക് നോക്കി കളയണ പോലത്തെ സീനൊക്കെ വരും. ചില കസ്റ്റമർ അങ്ങനെ സീനാകും, മനസ്സിലായോ? ചാക്കൊക്കി അവരുടെ വീടിൻ്റെ മേളിലൊക്കെ കൊണ്ട് വെക്കാൻ പറയും. എന്ത് കാര്യം, വെറുതെ ഷോക്ക് നോക്കണ കസ്റ്റമറുണ്ട്. ഇതേപോലെ നല്ല കസ്റ്റമറും ഉണ്ട്. കൂടുതലും നല്ല കസ്റ്റമറാണ് എനിക്ക് കയറിയേക്കണേടാ എൻ്റെ വണ്ടിയിൽ. ഇടക്ക് കയറണ ഒരേ വള്ളികൾ മാത്രം. എന്തായാലും ഈ കസ്റ്റമറോട് ഞാൻ പറയും നമുക്ക് ജങ്കാറേറി പോവാന്ന് പറയും. ഇപ്പം 500 രൂപയല്ല കാണിച്ചത്, എനിക്ക് 250 രൂപ തന്നായെന്ന് പറയും. അത് മതി ഗൈസ്, നമുക്ക് മട്ടാഞ്ചേരിയിൽ നിന്ന് നമുക്ക് ഓട്ടം കിട്ടുമല്ലോ. മറ്റുള്ള ഫെയറൊക്കെ പറയണേക്കാളും നല്ലത് നമുക്ക് ഊബറിൻ്റെ ഫെയർ പറഞ്ഞാൽ ഇത് കറക്റ്റ് ന്യായമായിട്ടുള്ള വിലയാണ് ഊബർ ഇട്ടേക്കണത്. സോ നമുക്ക് എവിടെ ഇതേപോലെ കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു, ബ്രോ പേഴ്സണലായിട്ട് ഓട്ടം വിളിക്കുമ്പോൾ എങ്ങനെയാണ് റേറ്റ് മേടിക്കേണ്ടതെന്ന്. നമ്മൾ നിൽക്കണ സ്ഥലത്ത് നിന്ന് അവർ പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് എങ്ങോട്ടേക്കാണെന്ന് നോക്കാം, എന്നിട്ട് ഊബറിൽ എത്രയാണ് പറയണത് ആ റേറ്റ് തന്നെ അങ്ങോട്ട് മേടിച്ചാൽ പോരെ, മനസ്സിലായ? അതാകുമ്പോൾ കൂടുതലാവില്ല, നമുക്ക് ആവശ്യത്തിന് നമ്മുടെ CNG നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോവുകയും ചെയ്യും. കസ്റ്റമർക്കും മുഷിപ്പില്ല, ഒന്നുമില്ല. വിളിക്കുമ്പോൾ നമ്മൾ എത്തണുണ്ട്, എല്ലാം കൊണ്ടും നല്ലതാണ്. നമുക്ക് ഈ ഡ്രൈവർമാരെ സംബന്ധിച്ച് എനിക്ക് തോന്നണത് മാക്സിമം എല്ലാവരും അതൊക്കെ തന്നെ ആയിരിക്കോട്ടെ ചെയ്യണത്. എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യണേ നല്ലതെന്നാണ് എൻ്റെ ഒരു ഇത്. സോ ഗൈസ്, നിങ്ങൾ തീരുമാനിക്കട്ടെ. പിന്നെ കിലോമീറ്റർ ചാർജ് മേടിക്കണവരുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ ചാർജ് മേടിക്കണവരുണ്ട്, അങ്ങനെ മേടിക്കണവരൊക്കെ പലരും പല മൈൻഡാണ്. സ്ഥിരം കസ്റ്റമറൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താലേ അവർ പിന്നെ നമ്മളെ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് എന്ത് യൂസാണ്, മനസ്സിലായോ? അപ്പോൾ സ്ഥിരം കസ്റ്റമറൊക്കെ ആയി കഴിയുമ്പോൾ മാക്സിമം അവർക്ക് ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ നമുക്കും കഞ്ഞി കുടിക്കണം, അവർക്കും ഉപകാരമാകണം. മാക്സിമം നമുക്ക് കഞ്ഞി കുടിക്കണം കേട്ടോ, അല്ലെങ്കിൽ വെറുതെ ഇത് പൊതുസേവനമായി പോകും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ പൊതുസേവനങ്ങൾ ചെയ്യണ പോലെ ഉണ്ട് ചില സമയത്ത്. അത് ഓരോരുത്തരുടെ മൈൻഡാണ് കേസ്. എൻ്റെ മൈൻഡ് അങ്ങനെ പോയി, പലർക്കും പല മൈൻഡായിരിക്കും. അങ്ങനെയൊക്കെ തന്നെ, എന്ത് പറയാം. എന്തായാലും ഇപ്പം നമുക്ക് പുള്ളിയോട് പറയാം നമുക്ക് ചെങ്കാറേറി പോകാമെന്ന്. അപ്പോൾ നമുക്ക് ഗ്യാസ് വെറുതെ കത്തിച്ചാലതിനെക്കാട്ടും നല്ലതും അവരുടെ പോക്കറ്റിൽ കുറച്ച് പൈസ ഇരിക്കുകയും ചെയ്യും. നമുക്ക് അത്രയും ചിലവ് തന്നെയില്ലല്ലോ. നമുക്ക് ചെങ്കാറേറി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കിലോമീറ്റർ മാക്സിമം പോയി കഴിഞ്ഞാൽ 10 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് മട്ടാഞ്ചേരി എത്താൻ പറ്റുകയും ചെയ്യും. പിന്നെ ജങ്കാറിൻ്റെ പൈസയുണ്ട്, അത് പോവും. അത് പുള്ളിനോട് പറഞ്ഞ് സംസാരിച്ചിട്ട് ഡീൽ ചെയ്താൽ മതിയല്ല. നല്ല ന്യായമായിട്ടുള്ള റേറ്റ് പറയുകയും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് നല്ലത് തന്നെ വരും ഗൈസ്. അത്ര എനിക്ക് പറയാനുള്ളൂ. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് എന്തൊക്കെ ചെയ്താലും നമ്മുടെ തലയിൽ തന്നെ വരും. നമുക്ക് പോണ വഴിക്ക് എവിടെ നിന്നെങ്കിലും ഒരു ചായ കുടിക്കാടാ, തലവേന ഉണ്ട് ശരിക്കും. കാരണം പോസ്റ്റ് അടിച്ച് നിന്ന് കഞ്ഞി മാത്രമേ കുടിച്ചേക്കണം രാവിലെ ഇറങ്ങിയിട്ട്.
സോ നമുക്ക് ഇവിടെ എവിടെന്നെങ്കിലും ഒരു ചായ കുടിച്ച് നൈസായിട്ട് പോവാം. ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, പെട്രോൾ പമ്പിൽ നിന്ന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം കുടിച്ചിരിക്കാൻ വിട്ട സ്ഥലത്ത് ഇത്തിരി വെയിലുണ്ട്, വേറെ സ്ഥലവും ഇല്ലിടാൻ, കാരണം റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണേ. എന്തായാലും നമുക്ക് മട്ടാഞ്ചേരിയിൽ എത്തിയിട്ട് കാണാം. ഇപ്പോൾ 10-15 മിനിറ്റ് ആയിട്ടോ ഇപ്പോൾ പുള്ളി കയറിയിട്ട്. ഇപ്പോൾ 4:05 ഞാൻ ഇനി മട്ടാഞ്ചേരിയിൽ എത്ര മണിക്ക് എത്തും ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റായിട്ട് പറയാട്ടോ. ജങ്കാർ വഴിയാണ് പോകണമെന്നുണ്ടെങ്കിൽ ജങ്കാറിലെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാടാ. ഗൈസ്, ഇന്ന് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഞാറക്കലാണ് കേട്ടോ കിട്ടിയേക്കണത്. ഞാറക്കളല്ല, ഒരു ഇസഡ് ടെഗ് ഒരു സ്റ്റേഷനറി കടയുണ്ട് ഞാനിന്ന് പ്രൊമോട്ട് ചെയ്യണത്. ഫോട്ടോസ്റ്റാറ്റ്, കളർ ഫോട്ടോസ്റ്റാറ്റ്, പ്രിൻ്റ് ഔട്ടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞാറക്കലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദേ ഈ ഒരു റോഡിലേക്ക് കയറിയതാണ് ചെറു പുഷ്പാലയം റോഡ്, ഞാറക്കൽ. അവിടെ കയറുക, ദേ ഇവിടെ ചെന്ന് സ്റ്റേഷനറി കടയിലെ ഫോട്ടോസ്റ്റാറ്റോ കളർ ഫോട്ടോസ്റ്റാറ്റോ പ്രിൻ്റ് ഔട്ടോ അതൊക്കെ എടുക്ക്, അവരെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ വാടകയ്ക്ക് കൊടുക്കുന്ന സംഭവം ഉണ്ട് കേട്ടോ, ഏതൻസ്. അത് സ്കഫോൾഡ്, പൈപ്പ് ക്ലാമ്പ്, കുതിര, ഗോവണി, ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കണ ഒരു സ്ഥലവും കൂടിയാണ് ഇത്. അപ്പോൾ ചെറുപുഷ്പാലയം റോഡ്, ഞാറക്കൽ ട്ടാ. ഈ 2 കടകളാണ് നമുക്കിന്ന് പ്രൊമോട്ട് ചെയ്യാൻ കിട്ടിയേക്കുന്നത്. പിന്നെ നമ്മുടെ കഞ്ഞിക്കടയും. കട അടിപൊളിയാണ്ടോ. കഞ്ഞിക്കടനെ പറ്റി പറയണത് നല്ല ചൂട് കഞ്ഞിയായിരുന്നു കേട്ടോ. അതിൽ ലേശം കടലയും ഒരു പപ്പടവും മറ്റേ ഒരു കൊണ്ടാട്ട മുളകില്ലേ, ആ മുളക് അങ്ങോട്ട് നിരടി ഇട്ടിട്ട് കുറച്ച് തൈരും കൂടി ഇട്ട് കുറച്ച് നാരങ്ങാച്ചാറും കൂടി ഇട്ട് അങ്ങോട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് ചൂട് കഞ്ഞി അങ്ങോട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് കഴിച്ചപ്പില്ലേ ഏറ്റവും പൊന്നോ അടിപൊളിയായിരുന്നു കേട്ടോ. സോ പനമ്പള്ളി നഗറിലെ ആ കഞ്ഞിക്കട വാസ് സൂപ്പർ. ആൻഡ് 40 രൂപ ഉള്ളൂ കേട്ടോ. 40 രൂപക്ക് നമുക്ക് വയറ് നിറച്ച് കഞ്ഞി കുടിക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഫ്രീ പ്രൊമോഷൻ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമ്മ എന്തായാലും വെറുതെ ഇരിക്കണ ആ സമയം. അപ്പോൾ ഇങ്ങനൊരു കടകളും ഞാറക്കലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനൊരു കട കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ഞാൻ ചെയ്യണത്. ഒന്നും തോന്നരുതേ. ഇനിയിപ്പോൾ തോന്നിയാലും എനിക്കൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ മച്ചാന്മാരെ, ഞാൻ ഇനി മട്ടാഞ്ചേരിയിൽ എത്തിയിട്ട് ബാക്കി കഥ പറയാടാ. ഞാൻ അവിടെ നിന്ന് കുറച്ച് മാറ്റി മരത്തിൻ്റെ അടിയിൽ കൊണ്ടിട്ടാ. ഇതിപ്പോൾ പുള്ളി വന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കി നമുക്ക് എന്താണെന്ന് സംസാരിച്ചിട്ട് ജങ്കാർ വഴിയാണോ അല്ലെങ്കിൽ റോഡ് വഴിയാണോ പോണേന്ന് നമുക്ക് നോക്കിയിട്ട് ബാക്കി അവിടെ നിന്ന് കാണാം കേട്ടോ. ഞാറക്കലുള്ള ഒരു HP പമ്പിൽ ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഞാൻ നിർത്തിയിട്ടാ. സാറിപ്പോൾ അത് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പോയപ്പോൾ പുള്ളി വന്ന് കയറിയിട്ട് നമുക്ക് പോവാട്ടാ. ഗൈസ്, HP പമ്പിൽ എഴുതി വെച്ചാണടാ 2000 രൂപക്ക് മുകളിൽ പെട്രോൾ അടിക്കുന്നവർക്ക് ചോക്ലേറ്റ് ഫ്രീ, 3000 രൂപക്ക് മുകളിൽ ഡീസൽ അടിക്കുന്നവർക്ക് വെള്ളം ഫ്രീ. വെള്ളം അല്ലെങ്കിൽ ഓൾറെഡി ഫ്രീ അല്ലേ. ഞാറക്കലുള്ള HP പമ്പിന്റെ അവസ്ഥയുണ്ടത്. 2000 രൂപക്ക് പെട്രോൾ അടിച്ചാലാണ്ടോ ചോക്ലേറ്റ് കിട്ടണത്. അപ്പൊ എല്ലാവരും 2000 രൂപക്ക് പെട്രോൾ അടിക്കാം. ഗൈസ്, കസ്റ്റമർ എനിക്ക് ഒരു ചായ ഓഫർ ചെയ്തിട്ടാ. പുള്ളി അപ്പുറത്തേക്കുണ്ട്, ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. ജങ്കാറിൽ കയറാനുള്ള ക്യൂവിലെത്തിയിട്ടാ. ടിക്കറ്റ് എടുത്തിട്ടുള്ള ടിക്കറ്റ് നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കാം. അപ്പോൾ ക്യൂവിലാണ് നിൽക്കണേടാ. ഇവിടെ എപ്പോഴും ഇതേപോലെ തിരക്കായിരിക്കും, അതുകൊണ്ടാണ് എല്ലാവരും റോഡ് മാർഗം ചൂസ് ചെയ്യണേടാ. പിന്നെ നമ്മൾ റോഡിൽ കൂടി പോണ ദൂരം സമയം തന്നെ ആവുള്ളൂ ഇത് കഴിയുമ്പോൾ. സോ ഒരു 2 ജങ്കാറുള്ളതുകൊണ്ട് പടപടയെന്ന് പറഞ്ഞാൽ എന്തായാലും തീരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പം 5:15 ഞങ്ങൾ ഇവിടെ എത്തിയത്, 2 മിനിറ്റ് ആയിട്ടുള്ളൂ. നമുക്കിനി ജങ്കാറി കയറുമ്പോൾ എത്ര മിനിറ്റ് ആവുമെന്ന് നമുക്ക് നോക്കാട്ടോ. ഗൈസ്, ഇപ്പം വന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാ. നമ്മുടെ ലൈൻ ഇവിടെ നിന്നൊരു തുള്ളി പോലെ അനങ്ങിയിട്ടില്ല കേട്ടാ, പെട്ടുപോയി. എനിക്ക് തോന്നണത് അതാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് എനിക്ക് തോന്നണത് ക്യൂ ഇല്ലെന്ന് തോന്നണ്ട. ഗൈസ്, ഇത് വള്ളിയായിപ്പോയി ഗൈസ്. ഇത്ര നേരം പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ വഴി തന്നെ പോകണമായിരുന്നു നല്ലത്. ഇപ്പം കസ്റ്റമർ തന്നെ പോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ വണ്ടിയിൽ തന്നെ ഇരുന്നോ, ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ പോയിട്ടാ. പാവം കസ്റ്റമർ, എന്ത് കഷ്ടമായി. നമുക്ക് അതിലേക്ക് കൂടി തന്നെ കറങ്ങിപ്പോണായിരുന്നു നല്ലത്. സംഭവം ഗ്യാസും ഇതൊക്കെ ലാഭിക്കാനാണ് നമ്മൾ ഇതിലേക്ക് കൂടി വന്നത്. പക്ഷേ ഇത് നോക്കി കട്ട പോസ്റ്റ് 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്തായിരുന്നു. ഇതിപ്പോൾ വന്നിട്ട് ഇപ്പോൾ 5:17 വന്നേന്, ഇപ്പം 5:37 ആയില്ലേ. അപ്പോൾ പോസ്റ്റാണ്ടാ, ജങ്കാർ വഴി വന്നത് പോസ്റ്റാണ്. മാക്സിമം കറങ്ങി തന്നെ വരണേ നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഇത്ര ടൈം ആവേണ്ട കാര്യമില്ല. എനിക്ക് തോന്നണത് 1 ജങ്കാറുള്ളൂ എന്ന് തോന്നണ്ട. അതെന്തൊക്കെയാണ് പ്രശ്നമെന്ന് തോന്നണം, നമുക്കറിയില്ല. നമുക്കിനി അവിടെ എത്തിക്കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഗൈസ്, സാറ് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ടാ 50 രൂപയുണ്ടാ ശരിക്കും ആയേക്കണത്. ഓക്കെ, അപ്പം ഇതിലും നല്ലത് നമുക്ക് മറ്റേ വഴി തന്നെ പോണേണ്. ഒരു വണ്ടിക്ക് 50 രൂപ, ഇത്ര മിനിറ്റും പോസ്റ്റ് ആവും, മനസ്സിലായോ? അപ്പോൾ ഇനി
ഒരിക്കലും ഇതിലേക്ക് കൂടി ഞാൻ വരില്ല ഗൈസ്. മാക്സിമം കറങ്ങി തന്നെ വരാൻ നോക്കാം, വെറുതെ സമയം കളഞ്ഞു. ഗൈസ് സാറ് ചായ മാത്രമല്ല കേട്ടോ, കപ്പലണ്ടിയും മേടിച്ചു തന്നിട്ടാ. പുള്ളിക്കാരനോടും ഞാൻ പറഞ്ഞിട്ടാ എനിക്ക് ഇതേപോലെ ഈ ഒരു യൂട്യൂബ് ചാനലുണ്ട്, പുള്ളി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ, കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പിന്നെ ചെയ്യാം ഗൈസ്. കട്ട പോസ്റ്റായി ഗൈസ്. പിന്നെ സാറിപ്പോൾ നല്ല കമ്പനി ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മൾ കമ്പനിയാക്കി എടുക്കുമല്ലോ. സാറിന് വീഡിയോയിൽ കാണിക്കണ്ട എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. അതുമാത്രമല്ല കസ്റ്റമേഴ്സിനെ വീഡിയോ കാണിക്കരുതെന്ന് കുറേ പേര് കമൻ്റ് അടിച്ച് മെസ്സേജ് അയച്ചൊക്കെ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. പിന്നെ ഇപ്പോൾ അതേ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇനി കയറോ ഇല്ലയെന്ന് അറിയില്ല. ഫ്രണ്ടിൽ ഒരാൾ ഓടിച്ച് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാ. അപ്പോൾ ഞാൻ ഹോൺ അടിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടാ. അപ്പോൾ പുള്ളി ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് ഞങ്ങൾ കൊല്ലത്തുനിന്ന് എന്നതാണേ, ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു സംഭവമൊന്നുമില്ല, ഇപ്പം ഞങ്ങൾ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 3/4 മണിക്കൂറായി. ഈ ക്യൂവിൽ കടന്ന് അപ്പുറത്തേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ബാക്കിൽ പോയി നിന്നോന്ന് പറഞ്ഞു. മാക്സിമം 1 മണിക്കൂർ നിന്നാൽ മതി. അതിന് മുമ്പ് കയറി പോകാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനിയിപ്പോൾ ക്യൂ നിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൊരു പണി ചെയ്യ്, നേരെ കറങ്ങി 1/2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. മച്ചാൻ പോയിട്ടാ, മച്ചാൻ വന്ന വഴി തന്നെ വണ്ടി വളച്ചിട്ട് നേരെ പോയി. ഇടയെ കൂടി വന്ന് അങ്ങോട്ട് കുത്തിക്കയറ്റാൻ നോക്കിയതാണ്, ഓടിച്ച് വിട്ടിട്ടുണ്ട്. കയറുന്ന വീഡിയോ സാർ എടുത്തരാന്ന് പറഞ്ഞു കേട്ടോ. നമ്മളെ കയറ്റുമോ ഇല്ലയോ എന്നറിയില്ല, എത്ര വണ്ടി കയറും, ഇതിൻ്റെ കപ്പാസിറ്റി എങ്ങനെയാണെന്നൊന്നും അറിയില്ല. സോ നമുക്ക് കയറി നോക്കാം. എന്തായാലും എൻ്റെ വണ്ടി 2ാമത്തെ പ്രാവശ്യമാണ് റോറോയിൽ കയറാൻ വേണ്ടി പോകുന്നത്. ഈ ജങ്കാറിനെ വിളിക്കുന്നത് റോറോ എന്നാണ്, റോറോ സർവീസ്. അതായത് നമ്മുടെ എന്താണ് NRSലും പടത്തിൽ മറ്റേ പാട്ടിലൊക്കെ കാണിക്കൂലേ, ആ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ കയറുന്നത് ഗൈസ്. പിന്നെ സാറ് ഷൂട്ട് ചെയ്യണത് കൊണ്ടാണ് ഞാൻ അധികം ഒച്ചത്തിൽ സംസാരിക്കാത്തത്. ഇന്ന് പരിചയപ്പെട്ട ഒരാളാണ് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർക്കണം ഗൈസ്. എനിക്ക് നാണം വരുന്നുണ്ട് ഗൈസ്. നമ്മൾ കയറിയില്ല ഗൈസ്, അടുത്ത പ്രാവശ്യം കയറാൻ പറ്റുള്ളൂ. ഇതേ ബൈക്കാണ് കയറുന്നത്. എന്തോരം ബൈക്കാണ് നോക്കി കയറുന്നത്. എൻ്റെ പൊന്നെ, കാറാകെ 4 എണ്ണം കയറിയുള്ളൂ ഗൈസ്. 8ന്റെ പണിയാണ് കിട്ടിയത്, 6 മണി. റോറോ സർവീസിൽ കയറി യാത്ര ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥ. വേറെ ഏതെങ്കിലും കസ്റ്റമർ ആണെങ്കിൽ എന്നെ പിടിച്ച് ചവിട്ടി പുറത്തിട്ടാനേ. സാറായതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും സാർ എൻ്റെ നമ്പറൊക്കെ മേടിച്ചിട്ടാ. ഇനിയുള്ള ഓട്ടം നമുക്കാണ്, അത് സെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. കറക്റ്റ് 1 മണിക്കൂറാണ് പോസ്റ്റ്. ഇപ്പം ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് കയറി പോകാൻ പറ്റുമെന്നാണ് തോന്നണം. ഇപ്പോഴത്തെ 6:13 നമ്മൾ 5:17 വന്നത്. വണ്ടികൾ ഇറങ്ങി പോകുന്നുണ്ട്. ഇനി 4 വണ്ടി എന്തോ കയറ്റുള്ളൂ എന്നാണ് കാറ്. ട്രാപ്പാണ്. ഈ പ്രാവശ്യം കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർന്നു. ഒരു വണ്ടിയേ ഉള്ളൂ, ഒരെണ്ണം കംപ്ലൈൻ്റ് ആയി കിടക്കണേണെന്നു. അപ്പോൾ ആ വണ്ടി അങ്ങാട്ടും ഇങ്ങോട്ടും പോയി വരണം, അതാണ് പ്രശ്നം ഗൈസ്. അങ്ങനെ നമ്മൾ കയറുകയാണ് ഗൈസ്. 1 മണിക്കൂർ സാറിന് ഞാൻ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയ വണ്ടിയാ. ഗൈസ് അങ്ങനെ നമ്മൾ കയറിയിട്ടാണ് ഇടാ. ഇനി കാഴ്ചകളൊന്നും കാണാൻ പറ്റൂല, കാരണം ഇവിടെ വണ്ടി വരും. അപ്പൊ ആ ഡോറ് തുറക്കാൻ പറ്റില്ല, അതാണ് സംഭവം. കേട്ടാ ആടി കളിക്കണേ. ഇപ്പൊ നമ്മ വൈപ്പില്ല നിക്കണത്, ഫോർട്ട് കൊച്ചിയിലേക്കാണ് നമ്മ പോണേട്ടാ. കണ്ട വണ്ടി വന്ന്, അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റൂല. അപ്പുറത്തെ സൈഡിൽ കൂടി ബോട്ടുകളൊക്കെ പോകണ്ടിട്ടാ. ആകെ ഇത്ര വണ്ടികളെ നമ്മളെ കയറ്റണുള്ളൂ കേട്ടാ. 5-6 വണ്ടികളെ കയറ്റിട്ടുള്ളൂ. പിന്നീടെല്ലാം ബൈക്കാണ്ട കയറ്റണത് ഗൈസ്. ഇതിന്റെ ഡ്രൈവർ മേളിലാണ്ടിരിക്കണത്, മേളിൽ കാഴ്ചയൊക്കെ കണ്ടിരിക്കണ നമ്മ താഴ്ത്ത്. എന്തായാലും ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ, ആ ലിമിറ്റ് കൂടുതൽ ഈ വണ്ടികൾ കയറൂല. വണ്ടി പുറപ്പെട്ടിട്ടാ. വണ്ടി പുറപ്പെട്ട് കണ്ട 5:17 വന്നതാണ് നമ്മൾ. 6:18 ഈ വണ്ടി കയറാനുള്ള യോഗം ഉണ്ടായത്. അരമണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്തിക്കായിരുന്നു സാറിന്. പിന്നെ അവസ്ഥ സാറ് പറഞ്ഞതായിരുന്നു എൻ്റെ അടുത്ത്, അതിലേ കൂടി പോയാൽ മതിയോന്ന്. ഞാനപ്പോൾ ഒരു ഓഫർ കൊടുത്തതാണ്, അത് 8ന്റെ ഓഫറായി പോയി. എന്നോട് ക്ഷമിക്കണം സാർ.
പുള്ളി നല്ല കമ്പനി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. ഞാൻ ഫോണ് ഓണാക്കുമ്പോൾ മാത്രമാണ് പുള്ളി മിണ്ടാതിരിക്കണത്. ഫോൺ ഓഫാക്കുമ്പോൾ പുള്ളി നല്ല സംസാരം ഉണ്ടാ. പുള്ളിയുടെ സൗണ്ട് ഒന്നും കേൾപ്പിക്കണ്ടെന്നൊക്കെ പറയണത്. പുള്ളിക്ക് ഭയങ്കര ഒരു ചമ്മലാണ്. ചമ്മലല്ലേ, ഒരു ചെറിയൊരു ചമ്മലുണ്ട് കേട്ടാ. നല്ലൊരു കസ്റ്റമറാണ്ടാ. എന്തായാലും ഇനി പുള്ളിയുടെ ഓട്ടോ ഒക്കെ ഉണ്ടാവും. നമുക്ക് വഴിയെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ പുള്ളീനെ. ചേച്ചിമാരൊക്കെ എൻ്റെ വണ്ടിയിൽ ചാരിക്കണേണ്ട. കാരണം ഇത് ചെറിയ ഒരു ആട്ടമുണ്ട്, ഇങ്ങനെ ഒരു ആട്ടമുണ്ട്. അപ്പൊ പിടിച്ചു നിന്നില്ല എന്നുണ്ടെങ്കിലും ഒരു ഇടങ്ങേറുണ്ട്. അതുകൊണ്ട് ചേച്ചിമാർ എൻ്റെ വണ്ടിയിൽ ചാരിയാ നിക്കണേടാ. വേറെ രക്ഷയില്ല. ആ ഹാൻഡിലിട്ട് ഒരക്കാതിരുന്ന മതിയായിരുന്നു. ആ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഒരു മയിലിരിക്കണുണ്ടാ, അടിപൊളി കണ്ടാ. നമ്മുടെ ഫോട്ടോച്ചിലുണ്ട് മയില്. ആൾക്കാരവിടെ നിന്ന് ചൂണ്ടയൊക്കെ ഇടണ്ടാ. അങ്ങനെ നമ്മ ഫോട്ടോച്ചി എത്തിയിട്ടാ. വൈപ്പിനിൽ നിന്ന് ഫോട്ടോച്ചിലേക്ക് വെറും 4 മിനിറ്റ്. അതായത് 6:18 കയറിയിട്ട് 6:22 വെറും 4 മിനിറ്റ് ദൂരം ഉള്ളൂടാ. ഗൈസ് നമ്മള് ഇറങ്ങണേണ്ട. ഇറങ്ങുമ്പോ നോക്കി ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പണിയാണ്. മീൻസ് ഒരു പ്രാവശ്യം ഇത് മുട്ടണേ മുമ്പ് ഒരു ദിവസം എടുത്തായിരുന്നേട്ടാ. ആൾക്കാരൊക്കെ ഇടിച്ച് കയറും, ഇതേപോലെ ഇടിച്ച് കയറും. അപ്പോൾ നമ്മ കറക്റ്റ് ആയിട്ട് ചെറിയൊരു ഫ്ലോയും ഉണ്ടാവേ. അപ്പൊ ആ സമയത്ത് തന്നെ ഇറക്കണം. പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമാണ്. ഇടിച്ച് കയറണം, നമ്മളും ഇടിച്ച് കയറണം. അയ്യോ, ഈ ചേട്ടൻ പോയാലേ നമുക്ക് പോകാൻ പറ്റും. അടിപൊളി. അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇതിന്റെ ഉള്ളിൽ കൂടിയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ആണോടാ. അടിപൊളിയാണ്. വണ്ടി ഓടിക്കുമ്പോ കിടന്നില്ല ഇങ്ങനെ ഷെയ്ക്കാവും വണ്ടിയൊക്കെ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥലം ഉണ്ടാ നമ്മുടെ ആ ജങ്കാർ. പൈസ അങ്ങനെ നമ്മൾ ഫോട്ടോ വെച്ചില്ല സാർ. 1 മണിക്കൂർ കൊണ്ട് എത്തിക്കാം, 10-15 മിനിറ്റ് കൊണ്ട് എത്തിക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് മട്ടാഞ്ചേരിയിലേക്ക് ഉണ്ടാവുണ്ട്, സ്റ്റാർ മൂലയിലേക്ക്. അപ്പോ 15 മിനിറ്റ് കൊണ്ട് എത്തിക്കാന്ന് പറഞ്ഞിട്ട് സാറിന് 1 മണിക്കൂർ പോസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. നമ്മളൊരു നല്ല കാര്യമാണ് ചിന്തിച്ചത്. പക്ഷേ അത് ഇത്ര വലിയ കുരിശാവുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ലടാ. സാർ ഇറങ്ങിപ്പോയിട്ടാ. പുള്ളിനെ ഇവിടെ ഇറക്കിയിട്ടാ, ചക്കാമാടത്ത് ഇറക്കിയിട്ടാ. ചക്കാമാടത്ത് ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് 1000 രൂപ തന്നിട്ടാ. 1000 റുപ്പീസ് തന്ന്. ഞാൻ 700 റുപ്പീസ് പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് 1000 രൂപ കൈവച്ച് തന്നിട്ട് ഇത് വെച്ചോടാ നീ എന്ന് പറഞ്ഞിട്ട് വന്ന് പിടിപ്പിച്ചിട്ട് വെച്ചിട്ട് പോയി കളഞ്ഞു പുള്ളി. കാരണം എനിക്ക് ബാലൻസ് കൊടുത്തിട്ട് പുള്ളി മേടിക്കണല്ല, പുള്ളി വെച്ചിട്ട് അങ്ങോട്ട് ഒറ്റ പോക്കാണ്ട. എന്തായാലും നല്ലൊരു അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടോ. അത്ര നേരം എൻ്റെ കുറേ കഥകളൊക്കെ സഹിച്ച് തരുന്നു പാവം. എന്തായാലും പുള്ളി ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും സോറി ട്ടാ സാർ, ഇത്ര പോസ്റ്റ് വന്നതിൽ ക്ഷമിക്കുക. പിന്നെ പുള്ളിയുടെ കുറേ കഥ കേൾക്കാനിടയായി. എൻ്റെ കഥകൾ കുറേ കേട്ടായിരുന്നു. എന്തായാലും നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ എനിക്കൊന്ന്. ദൈവം സത്യത്തിൽ എന്നെ അവിടെ നിന്ന് കഞ്ഞി കുടിപ്പിച്ചതും കുറച്ചങ്ങോട്ട് അനക്കിയതും യാത്രയിൽ ഓട്ടം തന്നതും ഒക്കെ ഈ പുള്ളീനെ പരിചയപ്പെടാൻ വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അടിപൊളി ഒരു മനുഷ്യനാണ് ഞാൻ എന്തായാലും ഇന്ന് പരിചയപ്പെട്ടേക്കണത്. പുള്ളി പേര് പറഞ്ഞോ സീനില്ല എന്ന് പറഞ്ഞു. പുള്ളിയുടെ പേര് ജസ്റ്റിൻ എന്നാണ്ട പേര്. ജസ്റ്റിൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളീനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയേക്കണം ചക്കാമാടത്ത്. എന്തായാലും വേറെ പേഴ്സണലായിട്ട് ഞാൻ ഒന്നും പറയാനുള്ള. എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. എന്തായാലും വളരെ നന്ദിയുണ്ട്. അടുത്ത വട്ടത്തിൽ കാണാം. അടുത്ത വട്ടത്തിൽ ഞാൻ ഇനി ഇതേപോലെ ഒരു പോസ്റ്റ് ഞാൻ തരില്ല, സത്യമായിട്ടും തരില്ല. എന്തായാലും ഗൈസ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. ഇപ്പൊ സമയം 6:40 ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര പോസ്റ്റാ കൊടുത്തതെന്ന് ആലോചിച്ച് നോക്കി. 6:40 ഞാൻ സ്ഥലത്ത് എത്തിക്കണത്. ഒരിക്കലും നമ്മ ജങ്കാറ് നോക്കി നിൽക്കരുത് ഗൈസ്. വൈപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിക്കോളൂടാ. രാവിലെ പുറപ്പെട്ടിട്ട് നമ്മ മൊത്തം 58 കിലോമീറ്റർ ആണ് CNG അടിച്ചിട്ട് നമ്മ ഓടിയേക്കണത്. 3-4 കട്ട തീർന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ മച്ചാൻ പറയാം, ഞാൻ ഇനി വലച്ചീട്ട് കുളമൊക്കെയുള്ള ഞാൻ ഇനി നേരെ വീട്ടിലേക്ക് പോകണം. അപ്പൊ ഞാൻ ഇന്ന് സമ്പാദിച്ചേക്കണ 1300 രൂപയാണ് ഞാൻ ഇന്ന് സമ്പാദിച്ചേക്കണത്. സോ എന്തായാലും ഈ ഒരു കസ്റ്റമർ കയറിയ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓട്ടം കിട്ടി. യാത്ര അതിൽ വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അപ്പം മാതാവേ താങ്ക് യു. അപ്പം മച്ചാന്മാരെ അടുത്ത വീഡിയോയിൽ കാണാടാ. അതിനധികം വലിച്ചു നീട്ടി കൊള്ളാനുള്ള. അപ്പോൾ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ മച്ചാന്മാർക്കും നന്ദിയുണ്ട് കേട്ടാ.